കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞാൻ സഞ്ജു ചേട്ടനോടാണ് ചോദിക്കുന്നത്. ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഇപ്പൊ ഇനി ഒരു ചാൻസ് കിട്ടാണ് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏത് ക്യാരക്ടറാ ഒന്നും കൂടെ ചെയ്യാൻ ആഗ്രഹം? അങ്ങനെ സത്യം പറയാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഇത് ഭയങ്കര ഗംഭീരമായി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഏത് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് വീണ്ടും കാണുമ്പോൾ അതിനോട് തൃപ്തി തോന്നാതെ വരുന്ന മൊമെന്റ്സ് നമുക്കുണ്ടാവും. അത് ഏത് സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അത് ഒരു ഷോട്ട് കഴിഞ്ഞ് നമ്മൾ മോണിറ്ററിൽ ബാക്കിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ പോലും നമുക്ക് തോന്നുന്നത് ശരിയായിട്ടില്ല എന്ന് തോന്നും. അപ്പം വാട്ട് ഐ ഡു ഇസ് ഐ ബിലീവ് ഇൻ ഡയറക്ടർ. അപ്പൊ അങ്ങനെ ഇനിയും ചെയ്ത് നന്നാക്കാൻ, ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ, ചില കഥാപാത്രങ്ങളൊന്നും ചെയ്ത് കൊതി തീരാത്ത കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് 1983 ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ചെയ്ത് കൊതി തീരാത്ത, ഇനിയും ആ ഒരു ഫ്ലേവർ കുറെ കൂടി വേണമായിരുന്നു അതിൽ നിന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ റോഷാക്കിലെ അനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കഥാപാത്രമാണ്. 1000 Babies ക്യാരക്ടർ, അല്ലെങ്കിൽ 4 സംഘത്തെ കഥാപാത്രം. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് കൊതി തോന്നുന്ന കഥാപാത്രമാണ്. വീണ്ടും അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ വീണ്ടും ചെയ്യരുതെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളൊന്നുമില്ല. ഹായ് രാജേട്ടാ, എൻ്റെ പേര് മെഹനാസ്. എന്തൊക്കെയോ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വന്നാണ്, പക്ഷെ നീ ഇത് പറഞ്ഞ പോലെ നിങ്ങളെ കാണാൻ ഭയങ്കര മുഞ്ച. സത്യം പറഞ്ഞ വന്നതൊക്കെ മറന്നുപോയി. ഓക്കെ, അല്ല ഇങ്ങനെ നമ്മൾ പറയുമല്ലോ ഒരു ഓറ. ഇവിടെ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ ആദ്യം ചോദിക്കാന്ന് വെച്ചതാ, പക്ഷെ ഞാനിങ്ങനെ കാമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ രാജേട്ടന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിം ആസ് ആൻ ആക്ടർ, പിന്നെ 2-3 പടത്തിന് വേണ്ടി പാട്ടുപാടി, ആൻഡ് യു ബിക്കം എ ഡയറക്ടർ, പ്രൊഡ്യൂസർ. അപ്പൊ ഇത്രയും ഫീൽഡ് ചെയ്തതിൽ രാജുവേട്ടനെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഫീൽഡ് ഏതാണ്? ചലഞ്ചിങ് ഡയറക്ഷനാണ്. കാരണം ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂമംഗസ് അമൗണ്ട്സ് ഓഫ് മാൻ മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്. ആസ് എൻ ആക്ടർ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്റെ കഥാപാത്രം കറക്റ്റ് ആയിട്ട് പോർട്രേ ചെയ്യുക. ആസ് എ പ്രൊഫഷണൽ വാട്ട് ഇസ് റിക്വയർഡ് ഓഫ് മീ, അത് ആ സെറ്റിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഇൻ ദ മീഡിയം ദാറ്റ് ഇസ് സിനിമ, ഡയറക്ടറിന്റെ ഡിസിഷൻ മേക്കിംഗ് വിൽ അഫക്ട് എവ്രി വൺ, ഇൻക്ലൂഡിംഗ് ദി ആക്ടർ. ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ, ഈവൻ ഒരു പ്രൊഡക്ഷൻ ബോയ് എത്ര മണിക്ക് ഏത് ലൊക്കേഷനിൽ എത്തണം എന്നുള്ളത് ഇസ് ഡിപെൻഡന്റ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി ഡയറക്ടർ. അപ്പൊ കോൺസ്റ്റന്റ് ഡിസിഷൻ മേക്കിംഗ്, കോൺസ്റ്റന്റ് മാൻ മാനേജ്മെന്റ്, പലപ്പോഴും ഫിലിം മേക്കിംഗിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ ഫിലിം മേക്കിങ്ങിന്റെ ക്രാഫ്റ്റിൽ മാത്രം ഭയങ്കര കഴിവുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് സിനിമ എടുക്കാൻ വരുമ്പോൾ അവര് അറച്ചു പോകുന്ന ഇവിടെയാണ്. കാരണം ദേ ഡോണ്ട് എക്സ്പെക്ട് ദിസ്. ഓക്കെ, സിനിമ എടുക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ദാറ്റ് ഇസ് ഓൺലി വൺ പാർട്ട് ഓഫ് ഡയറക്ടിങ് എ ഫിലിം. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, മാൻ മാനേജ്മെന്റ് സ്കിൽസ് എന്നുള്ളത് പലപ്പോഴും അവർ ഓൺ ലൊക്കേഷനാണ് തിരിച്ചറിയുന്നത്. സോ ഡെഫിനറ്റ്ലി മോസ്റ്റ് ചാലഞ്ചിങ് ഇസ് ഡയറക്ഷൻ ഫോർ മീ. കേട്ടോ, എന്റെ കാര്യം ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് വളരെ ഈസി ആണെന്ന് തോന്നുന്ന സംവിധായകരുണ്ടാകും, എനിക്ക് ഈസി അല്ല. First of all, thank you so much for being here. We are so happy to meet you in person. Thank you so much. And I love to ask you, you played the role of heroes, anti-hero, as a cop, as ordinary man. All this has been given to us. So as after this movie, I Nobody, what part of Prithviraj do you think that the audience would discover that they have never seen? എന്തായിരിക്കും നമ്മൾ ഓഡിയൻസിന്റെ ഭാഗത്ത് പ്ലീസ്? അറിയാം ഞങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതിന് ഇംഗ്ലീഷിൽ ഉത്തരം പറയണമെന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അത് അങ്ങനെ എന്റെ ഇതുവരെ കാണാത്ത ഒരു സംഭവം നിങ്ങൾ ഇതിലൂടെ കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി അങ്ങനൊന്നും ഒരു ക്ലെയിം ഇല്ല കേട്ടോ. അതായത് ഐ നോബഡി എന്ന സിനിമയിൽ ഇതുവരെ കാണാത്തൊരു പരിപാടി ഞാൻ അങ്ങനൊന്നും എനിക്കെന്ന് വെച്ചാൽ ഫോർ എവറി ആക്ടർ നമുക്കൊരു മെറ്റീരിയൽ കിട്ടുമല്ലോ, ഒരു റിട്ടേൺ സ്ക്രിപ്റ്റിൽ ഒരു മെറ്റീരിയൽ കിട്ടും. അപ്പൊ നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇതിന്റെ ഒരു പെർഫോമൻസ് മീറ്റർ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കരുതും. അത് ദ ഡയറക്ടർ വിൽ കം ആൻഡ് ടെൽ യു. ആക്ച്വലി ഞാൻ എന്റെ മനസ്സിൽ കണ്ടിരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഒരു ആക്ടറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുന്നതും കൂടി ചേർത്തിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ സ്ക്രീനിൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ സെയിം ഫോർ എവറി ഫിലിം, ഫോർ എവറി ക്യാരക്ടർ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇതിൽ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ റിട്ടേൺ മെറ്റീരിയലിന്റെ ഗുണവും ആ ഡയറക്ടർ എനിക്ക് പകർന്നുന്ന വിഷന്റെ ഗുണവുമാണ്. കാരണം ആ റിട്ടേൺ മെറ്റീരിയലാണ് എന്നിലെ ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ രാജീവിനിലേക്ക് എത്തിച്ചത്.
നിസാം ബഷീർ എന്ന് പറയുന്ന സംവിധായകന്റെ വിഷനാണ് ആ രാജീവനെ നിങ്ങൾ ഇന്ന് കാണുന്ന രാജീവനാക്കി മാറ്റിയത്. സോ എല്ലാ സിനിമയിലും ഇത് തന്നെയാണ് പ്രോസസ്സ്. അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ എല്ലാ സിനിമയിലും ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ആക്ച്വലി ഐ നോബഡിയിലും ചെയ്തിട്ടുള്ളത്. ഇഫ് യു തിങ്ക് ഇറ്റ്സ് ഡിഫറെന്റ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്. ഓൾസോ ദ ഡയറക്ടർ സേസ് സോ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇത് പുള്ളിയോട് ചോദിക്കേണ്ട റോങ് ക്വസ്റ്റൻ ആണ്. പുള്ളിക്ക് എത്രത്തോളം അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ സിനിമയുടെ ഭാഗമെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ആ ഡയറക്ടർ പറഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഇതിനകത്ത് ഇത് രാജീവനാണ്. അതിനകത്ത് പൃഥ്വിരാജ് എൻ്റെ അടുത്ത് അവസാനമായിട്ട് ഈ പടം കഴിഞ്ഞ് ഞാൻ എങ്ങനെയുണ്ട് രാജുവേട്ടൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. വേണ്ട, ഡബിന് പോയപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അളയത് പൃഥ്വിരാജ് അല്ല രാജീവനാണ് എന്നാണ് പറഞ്ഞത്. ആൻഡ് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ലൊക്കേഷനിൽ ഞാൻ റാൻഡമായിട്ട് വെറുതെ അവിടെ പോയപ്പോഴും, ഞാൻ എത്രയോ വർഷത്തിന് ശേഷം അന്നാണ് ഞാൻ രാജുവിനെ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിസാം എന്നോട് പറഞ്ഞതും, ഇത് രാജീവനായിട്ട് വന്നാൽ ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിനെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് രാജീവനാണ്. കാരണം അതിൽ എല്ലാം ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര അനുഗ്രഹമായിട്ട് വരുന്ന ചില, ആ സമയത്ത് ഹി ഹാഡ് പുട്ട് ഓൺ വെയിറ്റ്. അപ്പം നല്ലോണം, അപ്പം ആ മുഖത്ത് കാണുന്ന ഒരു പ്രഷറും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഇമോഷൻസിൽ കാണുന്ന അതൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഫേഷ്യൽ ഫാറ്റ് പോലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആ സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര റെയറാണ്. അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു റിട്ടൺ കണ്ടന്റ് ഉണ്ടാവുകയും അത് നല്ലൊരു ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണ്ട എന്ന് കൃത്യമായി പറയും. കാരണം ഈ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ് പൃഥ്വിരാജ് എന്ന സൂപ്പർ സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യാന്നുള്ളത്. അയാളുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ അത് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പൃഥ്വിരാജിനെ വേണ്ട എന്ന് പറയുന്ന, എനിക്ക് ആ കഥാപാത്രത്തിനെ വേണമെന്ന് ആ ഡയറക്ടർ പറയുമ്പോൾ അതിലേക്ക് അവർ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ മിടുക്കെന്ന് എനിക്ക് തോന്നുന്നത് സംവിധായകന് വേണ്ടത്. കാരണം അത് അതിഗംഭീരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഒരു പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിൽ കുറേ റഷസ് ആണെങ്കിലും കുറേ സീൻസ് ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹായ്, എൻ്റെ പേര് ബിബിൻ. എനിക്ക് ചോദിക്കാനുള്ളത് സഞ്ജുവിനോടാണ്. ഇപ്പോൾ ഇത്രയും സിനിമകളൊക്കെ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സംതൃപ്തിയും സന്തോഷവും തരുന്ന ഒരു മൊമെന്റ് എന്താണ് നിങ്ങളുടെ ഈ ഒരു മൊമെന്റ് ആണ്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വപ്നം കാണുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വലിയ സ്വപ്നമായിട്ട് നിൽക്കുന്ന വെച്ചാൽ അവിടെ എത്താൻ പറ്റില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും ആ ഒരു സമയത്ത്, ആ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള കൊതിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിക്കും. ഞാനിവിടെ ചിലപ്പോൾ ഈ ഖലീഫയുടെ ഷൂട്ട് ഇവിടെ നടക്കുന്ന സമയമല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവുകയായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ കൃത്യമായി വരികയും ഇന്ന് എനിക്ക് വരാൻ സാധിക്കുകയും എൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു, രാവിലെ എടുത്ത ഷോട്ട് വീണ്ടും എടുക്കണമെന്ന് ഡയറക്ടർ പറയുകയും മറ്റ് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട്, പക്ഷെ അത് മാറ്റി വെച്ചിട്ട് എനിക്കിതിൽ വരാൻ പറ്റിയത് ആണ് അതിൻ്റെ ഒരു സുഖം തരുന്നത്. അപ്പം ഭയങ്കര ഓർഗാനിക്കായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനോട് എത്രത്തോളം കൂറ് പുലർത്തുന്നു, അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മൊമെന്റാണ്. പിന്നെ അതുപോലെ തന്നെ രാജുവിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, രാജുവേട്ടൻ എന്ന സിംഗറെ കണ്ടിട്ട് കുറെ കാലമായി, എന്നാണ് ഒരു പാട്ട് ഉണ്ടാവുക ഈ അടുത്ത്? അങ്ങനെ ഒരു പാട്ട്? സത്യമായിട്ട് ഞാനൊരു സിംഗർ ഒന്നുമല്ല. പിന്നെ ഇത് ഞാൻ ആക്ച്വലി എന്നെ പാടാൻ വിളിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ പരമാവധി നിരുത്സാഹപ്പെടുത്താൻ നോക്കുന്ന ആളാണ്. അത് അവരോട് ചോദിച്ചാൽ അവരോട് പറയും. ഇപ്പോൾ അത് ജെയ്ക്സ് ആണെങ്കിലും ദീപക് ആണെങ്കിലും ഗോപി, അങ്ങനെ ആർക്കൊക്കെ വേണ്ടി ഞാൻ പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നു. ഗംഭീര പാട്ടാണ് കേട്ടോ, ഗംഭീര പാട്ടാണ്, ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ പാട്ട് വിജയ് യേശുദാസിന്റെ സൗണ്ടിൽ വന്നോണ്ടല്ലോ. അപ്പൊ ഞാനങ്ങനെ ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നു. അപ്പൊ അവര് അത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തിട്ടൊക്കെയാണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് സോങ് റെക്കോർഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജനറലി പാടുന്നതോ ഒന്നും അങ്ങനെ എനിക്കൊരു ഭയങ്കര, ഞാൻ അതിനെ കുറിച്ച് വലിയ പാഷനറ്റ് ഒന്നും അല്ല. അപ്പൊ ഇനി അതുപോലെ എന്നെ കൺവിൻസ് ചെയ്യാൻ മാത്രം എന്റെ ശബ്ദം ആവശ്യം. അപ്പൊ വിനീത് ഹൃദയം സിനിമയില് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കൺവിൻസിങ് സ്റ്റാർ വിനീത് ശ്രീനിവാസനാണ്. അപ്പൊ വിനീത് തന്നെ അത് രാജു, അത് എന്താണ് ഇങ്ങനെ രാജു ഈ നോട്ട് പാടുമ്പോ രാജുവിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളെ വീഴ്ത്തികളെ. അപ്പൊ അങ്ങനെ അത്ര എഫേർട്ടൊക്കെ എടുത്ത് എന്നെ കൺവിൻസ് ചെയ്യാൻ മാത്രം ഇനി ആരെങ്കിലും ഉണ്ടാവും എനിക്ക് അറിയില്ല. അങ്ങനെ വന്ന പാട്ടാണ്. ഹായ് രാജുവേട്ടാ, ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അമലു. ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്, പക്ഷെ എനിക്ക് ഇത്ര അടുത്തിങ്ങനെ കണ്ടിട്ട് എനിക്ക് എക്സാമിനൊക്കെ ചെന്ന പോലെ അറിയില്ല. എനിക്ക് സത്യമായിട്ട് യു ആർ വെരി ഹാൻസം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാനിപ്പോ ട്രെയിലർ കണ്ടുകൊണ്ട് ഞാൻ ട്രെയിലറിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. ലൈക്ക്
ഇതിന്റെ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മോളുടെ പപ്പയോട് വഴക്കിടാൻ വന്ന ആരും ഇന്ന് ജീവനോടെ ഇല്ല. അപ്പൊ ഇതൊരു ആക്ഷൻ മൂവിയാണോ ഫാമിലി മൂവിയാണോ ഫാമിലി കം ആക്ഷൻ മൂവിയാണോ എന്ത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണം? അതാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഇതൊരു സിംഗുലർ ജോണറിലേക്ക് നമുക്ക് പിടിച്ച് കെട്ടാൻ പറ്റുന്ന ഒരു സ്വഭാവം ഈ സിനിമയ്ക്കില്ല. ഞാൻ ആദ്യം ഈ കഥ കേട്ടപ്പോഴും യുനോ എനിക്ക് കേട്ടോണ്ടിരുന്നപ്പോൾ ഇറ്റ് സീംഡ് ലൈക്ക് എവറി 5 minutes ദ ജോണർ കീപ്സ് ഷിഫ്റ്റിംഗ് ഇൻ ദ ഫിലിം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് പരിചിതമായ ഒരുപാട് ജോണറുകൾ അവയിലൂടെ എല്ലാം കടന്നു പോകുന്ന അത്ര പരിചിതമല്ലാത്ത രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇതിന് അങ്ങനെ ഒരു ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ബട്ട് ഇഫ് യു ഹാവ് ടു റിയലി പിക്ക് വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ് ദാറ്റ് ഐ റിയലി എൻജോയ് ഇറ്റ്സ് എ ഡ്രാമ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തത് ഇതിന്റെ ഡ്രാമ പോർഷൻസ് ആണ്. ആക്ഷൻ ഉണ്ട് ഓഫ് കോഴ്സ്, ആൻഡ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം, മണി ആൻഡ് എവറിത്തിങ് ഓൺ ആക്ഷൻ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും നാൾ ഒരുമിച്ച് യാനിക് ബെൻ എന്ന് പറയുന്ന സ്റ്റണ്ട് കൊറിയോഗ്രാഫറിനൂടെ വർക്ക് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. ആൻഡ് ഐ തിങ്ക് ഒരു മലയാള സിനിമയ്ക്ക് അയാൾ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്തതും ഈ സിനിമയ്ക്ക് വേണ്ടി ആയിരിക്കാം. പുള്ളിക്കാരന്റെ ഹോൾ ടീം ഫ്രം ഫ്രാൻസ് ഹാഡ് കം ആൻഡ് വി വർ ഇൻ ട്രിവാൻഡ്രം. അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ദെൻ അഗെയിൻ അതുകൊണ്ട് ഇതൊരു ആക്ഷൻ സിനിമയല്ല. I would really not like Nobody to be called an action film because it is not an action film. There is a lot of action.